കലണ്ടർ എന്ന് പറഞ്ഞാൽ ഉമറുല്ലാവിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ ഹിജറ കലണ്ടർ രൂപപ്പെടുന്നത്. അതുവരെ ഈ 12 മാസങ്ങൾ പണ്ട് കാലം മുതലേ ഉണ്ട്. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഹിജറ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ 12 മാസങ്ങൾ ഉണ്ടായത് അന്ന് മുതലാണെന്നാണ്. അങ്ങനെയല്ല, 12 മാസങ്ങളുണ്ട്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, മുഹറം, അങ്ങനെ തുടങ്ങിയ എല്ലാ മാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നബിയുടെ ജനനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ റബീഉൽ അവ്വൽ 9-ാം തീയതിയാണ് പ്രവാചകൻ ജനിച്ചു, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12. ഞങ്ങളെ അറബിന്റെ ആൾക്കാരാണ്, ഞങ്ങളെ അറബ് വിട്ട് അങ്ങോട്ടും പോരില്ല. അപ്പൊ അറഫ അവർ അപ്രധാനമാക്കി. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണ് ഖുറൈശികൾ വരാം. അതുകൊണ്ട് റസൂൽ പ്രധാനമാക്കി പറയാനുള്ള കാരണം ഈ ഖുറൈശികൾ ഇങ്ങോട്ട് വരില്ല, അത് കാരണത്താലാണ് കേട്ടോ. ഹജ്ജിന് എല്ലാം ഹജ്ജ് തന്നെയാണ്, മുസ്തലിഫ് ഹജ്ജ് തന്നെയാണ്, മിനു ഹജ്ജ്, ഒക്കെ ഹജ്ജ്. പ്രിയപ്പെട്ടവരെ, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി, മക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയാണ് വലതു ഭാഗത്തിട്ട്. അത് മഞ്ഞ നിറത്തിലുള്ള ബോർഡുകൾ കാണുന്നുണ്ട്. ആ മഞ്ഞ നിറത്തിലുള്ള ബോർഡുകളൊക്കെ പുതിയ കാലത്ത് വന്നതാണ്. എന്നാൽ പണ്ട് കാലത്ത്, തുർക്കികളുടെ കാലത്ത്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തൊക്കെ മഞ്ഞ നിറത്തിലുള്ള ബോർഡ് ആയിരുന്നില്ല. വേറെ ഒരു ബോർഡ്, അത് ആ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, ചെറിയൊരു പകുതി വലുപ്പത്തിലുള്ള ചെറിയ ചില സ്തൂപങ്ങൾ അതിന്റെ അടുത്ത്. അത് പണ്ടുണ്ടായിരുന്ന അറഫയുടെ അതിർത്തികളാണ്. ഇപ്പൊ പുതിയ അതിർത്തിയാണ് ഈ കാണുന്ന മഞ്ഞ നിറത്തിൽ. എന്നെയാണ് ഈ മഞ്ഞ നിറത്തിൽ അതിർത്തിയിട്ടിരിക്കുന്നത്? ഒരാളുടെ കാരണം അറഫ സംഘം, അറഫയിൽ നിൽക്കുക എന്ന കർമ്മം സ്വീകാര്യമാകണമെങ്കിൽ ഈ അതിരടയാളത്തിന്റെ ഉള്ളിൽ കയറി നിൽക്കണം. കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളില്. പിന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഗവൺമെന്റ് ധാരാളം ഈ അറഫയിലെ ചൂടിനെ തണുപ്പിക്കാനും ഈ ചെടികൾ, ഇതൊക്കെ എന്താ പറയുക, ഈ അറഫയിലെ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ അത് തുറക്കുള്ളൂ. 364 ദിവസം ആ വലിയ പള്ളി അടച്ചിട്ടില്ല. ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയുള്ള പള്ളിയാണ്. അങ്ങനെ അവരിങ്ങനെ തെരഞ്ഞ ദിവസങ്ങളോളം അലഞ്ഞു നടന്ന് ഒടുവിൽ ആദം അലൈഹിസ്സലാം ഹവ്വ നമ്മൾ വന്ന സ്ഥലം ഇന്ന് ഈ പള്ളിയുടെ ഉള്ളിൽ അതിന്റെ മിമ്പർ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ മിമ്പർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് നബി കയറി നിന്ന, ചവിട്ടി നിന്ന അതേ സ്ഥലത്ത് തന്നെ അവിടെ നിന്നിട്ടാണ് പ്രവാചകൻ അറഫ പ്രഭാഷണം ഇപ്പൊ നിർവഹിക്കുന്നത് കേട്ടോ. നമ്മള് ഇനി പോകുന്നത് മുസ്തലിഫയിലേക്കാണ് കേട്ടോ. അറഫ കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ അല്ലെങ്കിൽ ഹാജിമാരൊക്കെ നേരെ അവർ പോയിരുന്നത് മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നതിന് വേണ്ടിയാണ്.